നമുക്കിന്ന് ഗ്രേപ്പ് വൈൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു മൺഭരണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഈ വൈനൊക്കെ ഇട്ട് വെക്കാൻ ഏറ്റവും അനുയോജ്യം. കയ്യിൽ ഭരണി ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ഗ്ലാസ് കണ്ടെയ്നറോ ജാറോ നമുക്കിതിന് യൂസ് ചെയ്യാം. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. പിന്നെ ഞാനിന്ന് ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ 1 കിലോ ബ്ലാക്ക് ഗ്രേപ്സ് വെച്ചിട്ടാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ഈ മുന്തിരിങ്ങയൊക്കെ കുറേ ഏറെ നേരം വെള്ളത്തിലിട്ട് അതിലെ എന്തെങ്കിലും വിഷവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയതിന് ശേഷം നന്നായി ഇതുപോലുള്ള ഒരു ടവൽ കൊണ്ട് തുടച്ച് അതിലെ വെള്ളമൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭരണിയിലും ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിരിക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു 600 ഗ്രാം പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഗ്രേപ്സിൻ്റെ മധുരത്തിനനുസരിച്ച് ഈ പഞ്ചസാരയുടെ അളവും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു പിടി നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല സാധാരണ ഗോതമ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2 ഗ്രാമ്പുവും എടുത്തിട്ടുണ്ട്. ഈ കറുവായും ഗ്രാമ്പുവുമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേപ്സിൽ അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ചിലരൊക്കെ ഇതിലേക്ക് മുട്ടയുടെ വെള്ള ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിന്ന് മുട്ടയുടെ വെള്ള ചേർക്കാതെയാണ് ഇവിടെ വൈൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് തിളപ്പിച്ചാർച്ച വെള്ളം വേണം. അത് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പിന്നെ പറയാം. ഒരിക്കലും നമ്മളിതിലേക്ക് തിളപ്പിക്കാത്ത വെള്ളമോ അതുപോലെ ചൂടുള്ള വെള്ളമോ ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ വൈൻ പെട്ടെന്നങ്ങ് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഭരണിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. കഴിയുമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രേപ്സും കൈകൊണ്ട് ചെറുതായി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ കൈ നല്ല ക്ലീൻ ആയിരിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേപ്സ് പൂത്തു പോകും. ഇപ്പോൾ ഞാൻ നമ്മുടെ ഗ്രേപ്സ് എല്ലാം ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തടി വെച്ച് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരിക്കലും മെറ്റൽ സ്പൂണോ ഒന്നും ഇതിൽ യൂസ് ചെയ്യരുത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഗ്രേപ്സ് എല്ലാം നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ടൊക്കെ ചെയ്യാനും പറ്റും. ഞാൻ പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ഇടുകയാണ്. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഗ്രേപ്സിൻ്റെ കുറച്ച് മുകളിൽ വരെ വരുന്ന അത്രയും വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെടുക്കുന്ന ഈ ബോട്ടിൽ അഥവാ ഭരണിയിൽ കുറച്ച് സ്ഥലം കൂടി, നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് സ്ഥലം കൂടി വേണം. അതായത് ഞാനിപ്പോൾ 1 കിലോ ഗ്രേപ്സിന് ഇത് ഒരു 3 ലിറ്ററിൻ്റെ ഭരണിയാണ് എടുത്തിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതൊന്ന് ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എപ്പോഴും കുറച്ച് വലിയ ഭരണിയോ അതുപോലുള്ള കണ്ടെയ്നറോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് നന്നായി എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു തുണി കൊണ്ട് നമുക്ക് കെട്ടി വയ്ക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഭരണി നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കിത് ആദ്യത്തെ ഒരു 5 ദിവസത്തേക്ക് ഇത് അനക്കാതെ എവിടെയെങ്കിലും സേഫായിട്ടൊരിടത്ത് വയ്ക്കണം. ആ 5 ദിവസം കഴിഞ്ഞ് നമ്മളിത് എല്ലാ ദിവസവും ഒരു സെയിം സമയം തന്നെ ഇത് തുറന്ന് ഒരു തടി കൊണ്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 21 ദിവസത്തേക്ക് നമ്മൾ അങ്ങനെ ചെയ്യണം. കഴിവതും സെയിം ടൈമിൽ തന്നെ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം.
ഇൻ കേസ് 1-2 ദിവസം ഒന്നും മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല. എന്നാലും നമുക്ക് കഴിവതോളം നമ്മൾ 21 ദിവസത്തേക്ക് അങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞൊരു 2 ദിവസത്തേക്ക് ഇത് അനക്കാതെ വീണ്ടും നന്നായി അടച്ചു വയ്ക്കണം. അത് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഇത് നന്നായി ഊറ്റി ഇതിൽ നിന്ന് വൈൻ വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ വൈനാകാൻ വെച്ചിട്ട് 24ാമത്തെ ദിവസമാണ്. ഈ 24 ദിവസത്തിലെ ആദ്യത്തെ 5 ദിവസം ഞാൻ ഇത് അനക്കാതെ വെച്ചിരുന്നു. അത് കഴിഞ്ഞുള്ള ബാക്കി 16 ദിവസം ഇത് ഞാൻ എല്ലാ ദിവസവും ഒന്ന് വൈകിട്ട് ഒരു തവണ ഒരു തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. പിന്നെ 2 ദിവസം ഇത് അനക്കാതെ വെച്ചു. അങ്ങനെ 23 ദിവസം കഴിഞ്ഞു. ഇന്നിപ്പോൾ 24ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഭരണിയുടെ ആ തുണി കൊണ്ടുള്ള കെട്ടൊക്കെ ഞാൻ മാറ്റി അതിൻ്റെ അടപ്പും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വൈൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തവണ നന്നായി ഒരു വുഡൻ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നന്നായി അരിച്ചെടുക്കാം. അരിപ്പ വെച്ച് വേണമെങ്കിൽ അരിക്കാം. ഞാൻ പക്ഷേ ഇന്ന് ഇതുപോലെയുള്ളൊരു ക്ലീൻ ക്ലോത്ത് വെച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ വൈൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കളറുള്ള ഒരു വൈനാണ് നമുക്കായി കിട്ടിയിരിക്കുന്നത്. ഞാനിതിലേക്ക് ബ്ലാക്ക് ഗ്രേപ്സ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയത്. നമുക്കിനി ഒരു ബോട്ടിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ വൈൻ ഒരു ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ വീര്യം കൂടി വരും. എത്ര കാലം വേണേലും ഇത് ഇരിക്കുകയും ചെയ്യും. നമ്മളിതെല്ലാം നല്ല ക്ലീനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലുകളിലൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ല ഡാർക്ക് കളറുള്ള ഗ്രേപ്സ് ആയിരുന്നുകൊണ്ടാണ് എൻ്റെ വൈനിന് ഇത്രയും കളർ കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്ലാക്ക് ഗ്രേപ്സ് ഇല്ല, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഗ്രേപ്സിന് കളർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈൻ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കരിച്ച് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈനിനൊരു നല്ല കളർ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് പറ്റുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക്